ഹായ് എവ്രി വൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എച്ച് സെല്ലിങ്ങുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എച്ച് സെല്ലിങ്ങിനെ കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എച്ച് സെല്ലിങ്ങിൻ്റെ ഒരു സീരീസ് യൂട്യൂബിൽ തന്നെ തുടങ്ങണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. വൈകാതെ നമുക്ക് വീഡിയോസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ബാക്ക് ഇൻ 2020 ഓർ സംതിങ് നമ്മുടെ ഈ ഒരു ചാനലിൽ എച്ച് സെല്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം എങ്ങാനോ ആണ് ഞാൻ എച്ച് സിയിൽ സെല്ലിങ് ചെയ്തത്. അതിനുശേഷം ഞാൻ ആ അക്കൗണ്ട് വെക്കേഷൻ മോഡിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ വെക്കേഷൻ മോഡിലാണെങ്കിൽ പോലും എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ മന്തും ഇതിൻ്റെ ബില്ലിങ് വരുമായിരുന്നു. അപ്പോൾ എനിക്കിത് ഇമെയിലായിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് കാണുന്നുണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അതായത് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ഞാനത് എന്താണ് അതിൻ്റെ ബാക്ക് ബിഹൈൻഡുള്ള സംഭവം എന്ന് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. എച്ച് സിയിൽ എൻ്റെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ്റെ മുകളിലാണ് ആ ഒരു എന്താ പറയുക അക്കൗണ്ടിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് മേ ബി നിങ്ങളും വരുത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ്സിനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എച്ച് സിയിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത്, അതായത് എച്ച് സിയിൽ പ്രൊഡക്ട്സൊക്കെ ലിസ്റ്റ് ചെയ്ത് ഷോപ്പ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ലിസ്റ്റിങ്ങിൻ്റെ മുകളിലും ആ ഒരു ലിസ്റ്റിങ് ഓട്ടോ റിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ മാനുവലായിട്ട് റിന്യൂ ചെയ്താൽ മതിയോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് എച്ച് സി കുറിച്ചിട്ട് ഒരു ധാരണയില്ലാത്ത ഒരാൾക്ക് വേണ്ടി പറയുകയാണ്, എച്ച് സിയിൽ സെല്ലിങ് ചെയ്യുന്നതിന് നമ്മൾ ലിസ്റ്റിംഗ് ചെയ്യുമല്ലോ, അതായത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സൊക്കെ ഇന്ന പ്രൊഡക്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യും. ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളത് ആഡ് ചെയ്യുന്നു എന്നുള്ളത് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യുന്ന 20 cents ഉണ്ട്, അതായത് $1 20%. അപ്പോൾ ഓരോ ലിസ്റ്റിങ്സിനും ഈ ഒരു 20 cents വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിസ്റ്റിങ്സ് എല്ലാം എനിക്ക് തോന്നുന്ന ഒരു 8-10 ലിസ്റ്റിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിങ്സിൻ്റെ മുകളിൽ പെർ മന്ത് ഓരോ ലിസ്റ്റിങ്സിനും 20 cents വെച്ചിട്ട് എനിക്ക് ബില്ല് ജനറേറ്റ് ആവുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് ബില്ല് ജനറേറ്റ് ആവുക. ഓരോ മാസവും നിങ്ങൾ റിന്യൂവൽ, അതായത് നിങ്ങളുടെ ലിസ്റ്റിംഗ് റിന്യൂവൽ സെറ്റിങ്സിൽ നിങ്ങൾ ലിസ്റ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾ റിന്യൂവലും നോക്കിക്കഴിഞ്ഞാൽ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മുകളിൽ അത് ചാർജബിൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തോ അതിൻ്റെ മുകളിൽ ചാർജ് ആയില്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഓവർ ഡ്യൂ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഒരു വട്ടമെങ്കിലും എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ചാർജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മളത് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ഇത് ബില്ല് ജനറേറ്റ് ആയി ഇങ്ങനെ എച്ച് സി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റെഡി, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ മെസ്സേജസ് വരുമായിരുന്നു. അപ്പോൾ ഫൈനലി ഞാനത് പേ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഒരു ആവശ്യമില്ലാതെ ഞാനിപ്പോൾ ഒരു നിയർലി $12 പേ ചെയ്യുവാണ്. അപ്പോൾ ഈ ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പ് വെക്കേഷൻ മോഡിലിട്ട് ബ്രേക്ക് എടുക്കാം. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചാർജസും വരില്ല. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് നിങ്ങളുടെ ലിസ്റ്റിങ്സ് ഓട്ടോ റിന്യൂവലല്ല മാനുവലാണ് കിടക്കുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ലിസ്റ്റിങ്സിനും ഇത് മാനുവലായിട്ട് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം വെക്കേഷൻ മോഡ് ഓൺ ആക്കിയിട്ടിട്ട് നിങ്ങൾ ബ്രേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ പിന്നെ റീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് എടുത്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം നിങ്ങൾ കാണുന്ന പോലെ നിങ്ങളുടെ ലിസ്റ്റിങ്സിൻ്റെ അപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ടേം ബ്രേക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് നിങ്ങളൊരു വെക്കേഷൻ മോഡിലിടാം. അല്ലെങ്കിൽ നിങ്ങൾ എച്ച് സിയിൽ തിരിച്ചു വരവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെക്കേഷൻ മോഡ് ഓണാക്കി ഇടാം. അല്ല നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് എച്ച് സി സെല്ലിംഗ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലോസ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. സോ ഇവിടെ എനിക്ക് ഫെബ്രുവരി മന്തിൻ്റെ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് അടക്കപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പേ ചെയ്തതിന് ശേഷമായിരിക്കും ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ കുറേ എമൗണ്ട് പെർ മന്ത് ഡ്യൂ ആയിട്ട് അക്രൂ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എച്ച് സി എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യും. അപ്പോൾ ആ സസ്പെൻഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഓവർ ഡ്യൂ വന്ന എമൗണ്ട് പേ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എച്ച് സി സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എച്ച് സിനെ കുറിച്ചിട്ട് കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം.